ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തിരിച്ചു നൽകാനൊരുങ്ങി ആർ.ജെ.ഡിയുടെ നിർണായക യോഗത്തിലാണ് തീരുമാനമായത്. അതേസമയം വടകര, കോഴിക്കോട് ലോക്സഭാ സീറ്റുകളിൽ ആർ.ജെ.ഡി ഒറ്റയ്ക്ക് മത്സരിക്കില്ല. പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ ചവിട്ട് കിട്ടുന്ന ഘടകകക്ഷിയാണ് എം.വി. ശ്രേയാംസ്കുമാർ നയിക്കുന്ന ആർ.ജെ.ഡി. അതായത് ഒറ്റ എം.എൽ.എമാർ വീതമുള്ള കോൺഗ്രസിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കേരള കോൺഗ്രസ് ബിയിലെ കെ.ബി. ഗണേഷ് കുമാർ എന്നിവർ ഇത്തവണ മന്ത്രിമാരായി. നേരത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജു, ഐ.എൻ.എല്ലിലെ അഹമ്മദ് തേവർകോവിൽ എന്നിവർ മന്ത്രിമാരായതും ഏക എം.എൽ.എയുടെ ബലത്തിൽ. എന്നിട്ടും കെ.പി. മോഹനിലൂടെ എം.എൽ.എ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ ജനതാദളിനെ CPM തള്ളിമാറ്റി. ഇതാണ് ആർ.ജെ.ഡിയെ പ്രകോപിപ്പിച്ചത്. മന്ത്രിപദം ഇല്ല എങ്കിൽ ലോക്സഭയിൽ ഒരു സീറ്റെങ്കിലും നൽകേണ്ടേ? അതുമില്ല. അങ്ങനെയെങ്കിൽ ലഭിച്ച ബോർഡ് കോർപ്പറേഷൻ സീറ്റുകൾ തിരികെ നൽകാനാണ് ഓൺലൈനിൽ ചേർന്ന ആർ.ജെ.ഡി നേതൃയോഗത്തിന്റെ തീരുമാനമെന്ന് സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇത്തവണ ലോക്സഭയിൽ ഇടതുമുന്നണിക്കൊപ്പം സഹകരിക്കും. മാതൃഭൂമി മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി കൂടിയാണ് ആർ.ജെ.ഡി സംസ്ഥാന അധ്യക്ഷൻ എം.വി. ശ്രേയാംസ്കുമാർ. മുന്നണിയിൽ ഇത്തരം അവഗണന തുടരുന്നതിനാൽ പിണറായി സർക്കാരിനെ അന്ധമായി ന്യായീകരിക്കാൻ സമയം കളയണ്ട എന്നാണ് മാതൃഭൂമിക്ക് ലഭിക്കുന്ന നിർദ്ദേശം. പാർട്ടി നേതാവായിരുന്ന MP വീരേന്ദ്രകുമാർ രാജ്യസഭാംഗമായിരിക്കെ അവശേഷിച്ച 1.5 വർഷം മാത്രമാണ് ആർ.ജെ.ഡി പ്രതിനിധി ശ്രേയാംസ്കുമാറിന് ഈ പദവി ഇടതുമുന്നണി നൽകിയത്. അടുത്ത തവണ ഈ സീറ്റും CPM ഏറ്റെടുത്തു. ഏറ്റവും അവസാനം വടകര, കോഴിക്കോട് എന്നീ ലോക്സഭാ സീറ്റുകളിൽ ഒരെണ്ണം ആർ.ജെ.ഡി ചോദിച്ചിരുന്നു, കിട്ടിയില്ല. EMSന്റെ കാലത്ത് പോലും CPM മത്സരിച്ചത് 20-ൽ 11 സീറ്റിൽ മാത്രം. ഇപ്പോൾ അത് 15ആയി വർദ്ധിച്ചു. സത്യത്തിൽ ഇടതുമുന്നണിയിൽ ആർ.ജെ.ഡി മടുത്തു എന്ന് സാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആർ.ജെ.ഡി ചിന്തിക്കും, ഇങ്ങനെ എന്തിന് LDFൽ തുടരണം. ജനം, തിരുവനന്തപുരം.